അങ്കമാലി മുതൽ ശബരിമല ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടമായ എരുമേലി വരെ നീളുന്ന 111 കിലോമീറ്റർ ദൂരമുള്ളതാണ് ശബരി റെയിൽപാത. 1997-98 കാലഘട്ടത്തിലെ റെയിൽവേ ബജറ്റിലാണ് പദ്ധതിക്ക് തുടക്കമാകുന്നത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇതിനു വേണ്ടുന്ന സ്ഥലം ഏറ്റെടുക്കലോ നിർമ്മാണ പ്രവർത്തനങ്ങളോ പൂർത്തിയാക്കാൻ സർക്കാരിനോ റെയിൽവേക്കോ സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു 17 വർഷം വരെ ഞങ്ങളുടെ ഭൂമിയെല്ലാം റെയിൽവേ കല്ലിട്ട് പോയി യാതൊരു നടപടിയും എടുക്കാതെ വന്നപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഒരു ആക്ഷൻ കൗൺസിൽ ഇവിടെ പ്രദേശത്ത് രൂപീകരിക്കുകയും ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ച് ഏകദേശം 2008 ഇവിടെ ഭൂമി ഏറ്റെടുക്കാനായിട്ട് റെയിൽവേ കേരള സർക്കാരിന് ഏകദേശം 37 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ ഫണ്ട് കർഷകർക്ക് കൊടുക്കാതെ ഭൂമി ഏറ്റെടുക്കാതെ കുന്നത്തനാട് ട്രഷറിയിലിട്ട് സർക്കാർ റൂൾ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ വിവരാവകാശം വെച്ചിട്ട് ഈ രേഖകൾ എടുത്തിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് കാലടി വരെയുള്ള സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഏകദേശം പകുതി ആളുകൾക്ക് പൈസ കൊടുത്തപ്പോൾ പൈസ തീർന്നുപോയി. പിന്നീട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ KG ബാലകൃഷ്ണൻ സാർ നമ്മൾ പരാതി കൊടുത്തിട്ട് വെളിച്ചത്തിലാണ് ഈ കാലടി വരെ സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ചത്. അതിനുശേഷം 1 ഇഞ്ച് ഭൂമി, അതായത് 2010-11 കാലഘട്ടങ്ങളിൽ ഇവിടെ ഭൂമി ഏറ്റെടുത്ത് ഈ കാലടി വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുത്തതിന് ശേഷം റെയിൽവേ 1 ഇഞ്ച് ഭൂമി എടുത്തിട്ടില്ല. ഏകദേശം എരുമേലി വരെയുള്ള ആളുകളുടെ അവസ്ഥ മഹാദുരിതമാണ്. കാരണം അവർക്ക് ഭൂമി വിൽക്കാനോ ബാങ്കിൽ പണയം വെക്കാനോ വീടുകൾ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ്. 30 വർഷമായിട്ട് കല്ലിട്ട് കിടക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്ന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വീട് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റില്ല, ബാങ്കുകാർ പണയം കൊടുക്കില്ല, വിൽക്കാൻ പറ്റില്ല. ഒരു ആശുപത്രിയിൽ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു പണയം കൊടുത്ത് 10 പൈസ വാങ്ങിക്കില്ല, പെൺകുട്ടികൾ കെട്ടിക്കാൻ പറ്റില്ല. ഈ അവസ്ഥയാണ് ഈ എരുമേലിയിലുള്ള ആളുകൾ അനുഭവിച്ചത്. ഞങ്ങൾ ഏകദേശം 17 വർഷമാണ് അനുഭവിച്ചത്. കാലടി വരെയുള്ള ആളുകൾ ഞങ്ങൾ അനുഭവിച്ചത് 17 വർഷമാണ്. പിന്നെ ഞങ്ങൾ നിയമപരമായിട്ട് പോരാടി ഹൈക്കോടതിയെയും ദേശീയ മനുഷ്യാവകാശ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഈ കാലടി വരെയുള്ള സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ചത്. അതുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ രക്ഷപ്പെട്ടു. ഈ ഒരു അവസ്ഥ, ഈ പറയുന്ന ജനങ്ങൾക്കുണ്ടാവുന്ന ഈ ദുരവസ്ഥ, ഈ 30 വർഷമായിട്ട് അനുഭവിക്കുന്ന ദുരവസ്ഥ, അത് ഒരു രാഷ്ട്രീയക്കാരും ഒരു ഗവൺമെൻറ്റും കണ്ടില്ല എന്ന് നടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശബരിപാത ഇപ്പോൾ കേരളയിൽ ഒരു കോർപ്പറേഷനിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫണ്ട് കേരള സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും ഒരു എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച് ഇതിൻ്റെ ഫണ്ട് ഈക്വലായിട്ട് കേരള സർക്കാർ പകുതിയും കേന്ദ്ര സർക്കാർ പകുതിയും എടുത്താൽ മാത്രമേ ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാകൂ. കാലടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടുത്തെ മലഞ്ചരക്ക്, നെല്ല്, ഇതെല്ലാം കൊണ്ടുവരാനും കയറ്റി അയക്കാനും പറ്റിയ ഒരു പാതയാണ്. അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ ഫ്ലൈവുഡ് കമ്പനി എത്രയോ ലോഡ് ഫ്ലൈവുഡുകളാണ് ഒരു ദിവസം കയറി പോണത്. അതുപോലെ വാഴക്കുളത്തുള്ള പൈനാപ്പിൾ എന്ന് വേണ്ട നമ്മുടെ ഇടുക്കി ഭാഗത്തുകളിൽ നിന്ന് എത്രയോ സുഗന്ധവ്യഞ്ജനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ കയറി പോകുന്നു. അപ്പോൾ ഈ പാത വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫണ്ട് അനുവദിക്കുന്നില്ല. ഫണ്ട് അനുവദിക്കണമെങ്കിൽ കേരള ഗവൺമെൻറ് റെയിൽവേയുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ട് ഇതിൻ്റെ പകുതി പൈസ കൊടുത്തുകൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഒപ്പിടണം. പൈസ കൊടുക്കണമെന്നില്ല, ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടാൽ തന്നെ റെയിൽവേ സമ്മതം. കാരണം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന GST കാര്യങ്ങളെല്ലാം ഈ ഫണ്ടിൽ നിന്ന് അവർ പിടിച്ചോളും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരുടെയും സപ്പോർട്ട്, ഈ പറയുന്ന ഇതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ഇടപെടൽ ശരിക്തമായിട്ട് ഉണ്ടാവുന്നില്ല. കല്ലിട്ട് പോയിട്ട് 27 കൊല്ലമായി. വീടിന്റെ മുമ്പിൽ കല്ലിട്ട് സ്ഥലം അളന്ന് തിരിച്ചിട്ട് പോയിട്ട് ഒരുപാട് പ്രാവശ്യം ഇത് ഓരോ സമയത്തും ഇതിപ്പോ വരും എടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഫണ്ട് അനുവദിച്ചു. ഇപ്പൊ തുടങ്ങും. കിഫ്ബിന്ന് ഒരു 2000 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭൂകമ്പം പോലെ ആയിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു എന്തായാലും പൈസ ആയല്ലോ, ഇനിയിപ്പോ ഇത് നടക്കും എന്നുള്ള രീതിയിൽ. അതും കഴിഞ്ഞു. പിന്നെ ഓരോ വർഷവും ഞങ്ങൾ ബഡ്ജറ്റ് വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും ഈ ബഡ്ജറ്റിലെങ്കിലും ശബരിപാതയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ. ഓരോ കൊല്ലവും ഇങ്ങനെ ബഡ്ജറ്റ് വരും, പോവും, ഇലക്ഷൻ വരും, അപ്പോൾ ഒരു അനക്കമുണ്ടാവും, അത് കഴിയും. പിന്നെയും ഇത് തന്നെ പണ്ടത്തെ ചങ്ങരൻ തങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ അന്ന് അവിടെ അവിടെ തന്നെ നിൽക്കുക. എപ്പോഴും 1 ഇഞ്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് അനങ്ങിയിട്ടില്ല. 30-35 വർഷം പഴക്കമുള്ള വീടാ. അപ്പം അത് പൊളിച്ചു പണിയാതെ അതുമ്മേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഷീറ്റ് കഴിഞ്ഞ വീടാ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും പോയി അന്വേഷിച്ച് ഞങ്ങൾക്ക് അതൊന്ന് പൊളിച്ചു പണിയാന്ന് പറഞ്ഞപ്പം ആ പൊളിച്ചു പണിയാനായിട്ട് വാർക്കാനായിട്ട് സാങ്ഷൻ തരില്ല. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അവിടെ പണിയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ലോൺ എടുത്ത് വീടെടുത്ത് മാറി. അപ്പം ആ വീടിപ്പം ഒരു പ്രേതാലയം പോലെ അങ്ങനെ കിടക്കാം. ശബരിക്ക് പെരിയാറിന് കുറുകെ പണിതുപോയ ഒരു പാലമുണ്ട്. ഈ പാലത്തിന്റെ അടിയിൽ ഭയങ്കര ഗർത്തമാണ്. ഒരു കൊലപാതകം ചെയ്ത് അല്ലെങ്കിൽ ക്രിമിനലുകൾക്ക് വന്ന് പതുങ്ങിയിരുന്നാൽ പോലും അവിടെ എത്തിപ്പെടാത്ത സംവിധാനമുള്ള ഒരു സ്ഥലമായിട്ട് മാറി. അത് 2-3 സ്പാനുകൾ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു നിവേദനം
കൊടുത്തിട്ടും റെയിൽവേക്ക് ഒരു അനുകൂലം. സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അടയ്ക്കാം, കൊലപാതകങ്ങൾ നടക്കല്ല, അല്ലെങ്കിൽ ക്രിമിനലുകൾ വന്ന് കൂടല്ലേ എന്നുള്ള അർത്ഥത്തിലും നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ നിവേദനം കൊടുത്തത്. റെയിൽവേ അതുപോലും പരിഗണിക്കാണ്ട് 10 പൈസ മുടക്കേണ്ട, സ്വന്തം കയ്യിൽ നിന്ന് ഞങ്ങൾ അടച്ചോളാന്ന് പറഞ്ഞിട്ട് പോലും അത് പരിഗണിക്കാണ്ട് നിൽക്കുന്ന ഒരു റെയിൽവേ സിസ്റ്റമാണ് ഇവിടെ കാണുന്നത്. വികസനം വേണം. വികസനം മറ്റുള്ളവരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിട്ട് കുറെ പേർക്ക് യാത്ര ചെയ്യാവുന്ന സംവിധാനം ആവരുത്. അവർക്കും എല്ലാവർക്കും ജീവിക്കണം. അവർക്ക് കുട്ടികൾ, കുടുംബം, വീട് ഒക്കെ വെച്ച് ജീവിക്കണം. നാട് വിട്ടു പോയവര്, ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോയവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല. ബന്ധുമിത്രാകളും കൂട്ടുകുടുംബം ഒക്കെ ആയി ജീവിച്ചവരൊക്കെ പല സ്ഥലത്ത് ഇപ്പോഴും വീടില്ലാണ്ട് ഈ സ്ഥലം 5 സെന്റ് 3 സെന്റില് ഈ ലോണൊക്കെ എടുത്ത് ജീവിച്ച അന്നത്തെ കാലത്ത് തുച്ഛമായ പൈസ കൊടുത്ത് അത് കൊടുത്ത് അവരെ പിരിച്ച് അവർ പല സ്ഥലത്തേക്ക് പോയി. സ്ഥലം മേടിക്കാൻ പോലും കാശില്ലാണ്ട് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ വാടകയ്ക്ക് കിടക്കുന്ന, ഈ റെയിൽവേ വന്ന് ദുരിതം വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് കിടക്കുന്ന ആളുകൾ വരെയുണ്ട്. കാലടി റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ റെയിൽവേ സ്റ്റേഷന് വളരെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിലുള്ളൊരു പ്രശ്നം, 25 കൊല്ലം മുമ്പ് ഈ ശബരിപാതയ്ക്ക് വേണ്ടി സ്ഥലമൊക്കെ എടുത്ത് ഇതുപോലുള്ള കെട്ടിടങ്ങളൊക്കെ പണിത് വെച്ചെങ്കിലും ഇതുവരെ അതിൻ്റെ തുടർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ ദ്രോഹികളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, നായ്ക്കളുടെ ശല്യം, 10-25 നായ്ക്കൾ ഒന്നിച്ചു കൂടി ഇങ്ങനെ സംഘം ചേർന്ന് നടക്കുകയാണ്. കാലടിയുടെ ബ്ലോക്കിന് ഇപ്പോഴത്തെ കാരണം ഈ റോഡ് ബ്ലോക്കായി പോയി എന്നുള്ളത് മാത്രമാണ്. ഈ റോഡ് ബ്ലോക്കായി പോയത് കൊണ്ടാണ് ഇവിടെ തൊട്ടടുത്തുള്ള ആളുകളുടെ സ്ഥലമൊക്കെ അതിനു വേണ്ടി എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവരുടെ സ്ഥലമൊക്കെ, ആ വീട് പോലും ഇപ്പോൾ ഇടിഞ്ഞു കിടക്കുകയാണ്. അവരുടെയൊക്കെ ദുർസ്ഥിതി, അവർക്ക് ലോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ഫണ്ടില്ലാത്തതിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെയുള്ള ഞങ്ങളുടെ ഈ റോഡ് ഒന്ന് പ്രായോഗിക തലത്തിലേക്ക് ആക്കിത്തരണം. ഇത് പണി തുടങ്ങിയപ്പോൾ വളരെ നിർബന്ധമായിട്ട് ഇവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെ മുമ്പിൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വാക്കാലുള്ള എഗ്രിമെന്റാണ്. 3 മാസത്തിനകം ഇതിന്റെ പണി തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ 6-7 വർഷത്തിൽ കൂടുതലായിരിക്കുകയാണ്. നേരം വെളുത്ത് എണീക്കുമ്പോൾ ഇത് കാണുമ്പോൾ അതിയായ സങ്കടം തോന്നുന്നുണ്ട്. നമ്മുടെ പരിമിതികൾക്ക് അപ്പുറമായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഈ ഖേദകരമായ അവസ്ഥ അവസാനിപ്പിച്ചെടുക്കാൻ സാധിക്കണം എന്ന് 72 വയസ്സായ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ പോലെ തന്നെ എത്രയോ ആളുകൾ ഒരു തലമുറ കടന്നു പോകാൻ പോകുന്നു. ആ തലമുറയ്ക്കെങ്കിലും ഇത് അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കിട്ടണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല പുലരി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്.